എറണാകുളം ജില്ലയിലെ മറ്റൊരു നിയമസഭാ മണ്ഡലമായ പിറവത്തെ വിശേഷങ്ങളാണ് നവകേരള നവമുന്നേറ്റത്തിൽ ഇനി. ദീർഘവീക്ഷണത്തോടെയുള്ള വികസന പ്രവർത്തനങ്ങളാണ് മണ്ഡലത്തിൽ നടപ്പാക്കുന്നത്. വികസന സങ്കല്പത്തിന്റെ പുതിയ സമവാക്യങ്ങളാണ് മണ്ഡലത്തിന് പറയാനുള്ളത്. കണയന്നൂർ താലൂക്കിൽ ഉൾപ്പെടുന്ന ആമ്പല്ലൂർ, എടക്കാട്ടുവയൽ, ചോറ്റാനിക്കര, മുളന്തുരുത്തി എന്നീ ഗ്രാമപഞ്ചായത്തുകളും മൂവാറ്റുപുഴ താലൂക്കിൽ ഉൾപ്പെടുന്ന ഇലഞ്ഞി, കൂത്താട്ടുകുളം, മണിയട്, പാമ്പാക്കുട, പിറവം, രാമമംഗലം, തിരുമാറാടി എന്നീ പഞ്ചായത്തുകളും തൃപ്പൂണിത്തുറ നഗരസഭയുടെ ഭാഗങ്ങളും ഉൾപ്പെടുന്നതാണ് പിറവം നിയമസഭാ മണ്ഡലം. ആയിരത്തി 1977 രൂപീകരിച്ച മണ്ഡലം അതിവേഗമാണ് വളർച്ചയുടെ പടവുകൾ കയറുന്നത്. ഒട്ടനവധി വികസന പദ്ധതികളാണ് MLA എന്ന നിലയിൽ അനൂപ് ജേക്കബ് മണ്ഡലത്തിൽ നടപ്പാക്കുന്നത്. കൂത്താട്ടുകുളം ആശുപത്രിയിലെ ഐസൊലേഷൻ വാർഡിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയതും പിറവം മാമല റോഡ് നാടിന് സമർപ്പിച്ചതുമാണ് പ്രധാന നേട്ടങ്ങൾ. പിറവം നിയോജകമണ്ഡലത്തിൽ കിഫ്ബിയുടെ 2 ഓൺഗോയിങ് പ്രൊജക്റ്റുകളാണ് ഇപ്പോൾ നടക്കുന്നത്. ഒന്ന് കൂത്താട്ടുകുളം ആശുപത്രിയിലെ ഐസൊലേഷൻ സെൻറ്ററും 2 TM ജേക്കബ് മെമ്മോറിയൽ ഗവൺമെൻറ് കോളേജ് മണിമലക്കുന്നിലെ പുതിയ ബ്ലോക്കുകളുടെ നിർമ്മാണവും. ഈ 2 പ്രവൃത്തികളാണ് ഇപ്പോൾ പുരോഗതിയിൽ നിലകൊള്ളുന്നത്. അതിൻ്റെ അകത്ത് ഐസൊലേഷൻ വാർഡിൻ്റെ നിർമ്മാണം അത് ഏകദേശം പൂർത്തിയായി അത് റണ്ണിങ് സ്റ്റേജിലേക്ക് എത്തി. പ്രധാനമായിട്ട് കിഫ്ബിയിലെ വർക്കുകളിൽ ഉണ്ടായിരിക്കുന്ന ഒരു വിഷയം, പിറവം നിയോജകമണ്ഡലത്തിൽ പിറവം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂള്, ആ സ്കൂളിൻ്റെ നിർമ്മാണം അതിൻ്റെ ഒരു ഭാഗവും കൂടി പൂർത്തിയാക്കിയെടുക്കാനുണ്ട്. അത് ഗവൺമെൻറ്റിലേക്ക് വീണ്ടും അത് സബ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. കാരണം അതിൻ്റെ പൂർണ്ണമായും ആദ്യത്തെ ബ്ലോക്ക് തീർന്നു, പക്ഷേ അതിനോട് അനുബന്ധമായ ബ്ലോക്കും കൂടി പൂർത്തിയാക്കി എടുക്കാനുണ്ട്. അതിനുള്ള സാങ്ഷൻ ഇതുവരെ ഗവൺമെൻറ്റിന് ലഭിച്ചിട്ടില്ല. അത് ഞാൻ വിദ്യാഭ്യാസ വകുപ്പിലേക്ക് അതിനുവേണ്ടിയുള്ള റിക്വസ്റ്റ് MLA എന്ന നിലയിൽ ഞാൻ നൽകിയിട്ടുണ്ട്. അതനുസരിച്ച് അത് പൂർത്തിയാക്കി എടുക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പിറവം പാഴൂർ ബൈപ്പാസ് നിർമ്മിച്ച് എക്സൈസ് കടവ് പാലം പൂർത്തിയാക്കുക എന്നതാണ് തന്റെ സ്വപ്ന പദ്ധതിയെന്ന് MLA പറഞ്ഞു. പദ്ധതി നടപ്പാക്കുന്നതിനായി സർക്കാരിനോട് ശുപാർശ ചെയ്തിട്ടുണ്ട്. കിഫ്ബിയിൽ കൂടുതൽ വർക്കുകൾ ആവശ്യമാണ്. പക്ഷേ ഗവൺമെൻറ് പുതിയ പ്രപ്പോസൽസ് ആവശ്യപ്പെടുന്നില്ല എന്നുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം നിൽക്കുകയാണ്. ഇപ്പോൾ ഈ സാമ്പത്തിക വർഷവും കഴിഞ്ഞ സാമ്പത്തിക വർഷവും പുതിയ വർക്കുകളൊന്നും തന്നെ ശുപാർശ ചെയ്യരുത് എന്നുള്ളതാണ് ഗവൺമെൻറ്റിൽ നിന്ന് ലഭിച്ച നിർദ്ദേശം. ബഡ്ജറ്റ് വർക്കുകൾക്ക് മാത്രമാണ് MLAമാർ ശുപാർശ ചെയ്യേണ്ടി വന്നിരുന്നത്. കിഫ്ബിയിലെ പ്രധാനപ്പെട്ട 2 പ്രൊജക്റ്റുകൾ ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിലൊന്ന് പിറവം പാഴൂർ സ്ട്രെച്ചിൽ ബൈപ്പാസ് നിർമ്മിച്ച്
ഒപ്പം തന്നെ എക്സൈസ് കടവ് പാലവും പൂർത്തിയാക്കി എടുക്കുക എന്നുള്ളതാണ് കിഫ്ബിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രൊജക്റ്റായിട്ട് ഇപ്പോൾ ഞങ്ങൾ ശുപാർശ ചെയ്യാനിരിക്കുന്നത്. പക്ഷേ ഗവൺമെൻറ് പുതിയ ശുപാർശകൾ സ്വീകരിക്കുന്നില്ല, അതാണ് ഒരു പ്രോബ്ലം. എന്നാലും അതിനനുസൃതമായുള്ള ഒരു തീരുമാനം സർക്കാർ തലത്തിൽ നിന്ന് ഉണ്ടാവണം എന്നുള്ളതാണ് എനിക്ക് ഈ സമയത്ത് സൂചിപ്പിക്കാനും കൂടിയുള്ളത്. പിന്നീട് ഇവിടെ പൂർത്തിയായ ഒരു റോഡ്, അത് പിറവം മാമല റോഡാണ്. അത് നേരത്തെ പൂർത്തിയായതാണ്. എനിക്ക് തോന്നുന്നത് ഏകദേശം 3 വർഷം മുമ്പ് ആ റോഡ് കംപ്ലീറ്റ്ലി അത് പൂർത്തിയായി സഞ്ചാരയോഗ്യമാക്കുവാൻ കഴിഞ്ഞു. മണ്ഡലത്തിലെ ആരോഗ്യ മേഖലയിലും സർക്കാർ ഫണ്ട് ഉപയോഗിച്ചുള്ള നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിക്കഴിഞ്ഞു. ആരോഗ്യരംഗത്ത് പ്രത്യേക ശ്രദ്ധ പതിപ്പിച്ചുള്ള മുന്നേറ്റമാണ് മണ്ഡലത്തിൽ കാണാനാവുക. വിദ്യാഭ്യാസത്തെ മികവിനായുള്ള നിരവധി പദ്ധതികൾക്കും തുടക്കമിട്ട് കഴിഞ്ഞു. ചില പദ്ധതികൾ ഇതിനോടകം പൂർത്തിയായി കഴിഞ്ഞു. മണിമലക്കുന്ന് TM ജേക്കബ് മെമ്മോറിയൽ ഗവൺമെന്റ് കോളേജിലെ പുതിയ ബ്ലോക്ക് നിർമ്മാണം പുരോഗമിക്കുന്നുണ്ട്. പിറവം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ആദ്യഘട്ട വികസന പ്രവർത്തനങ്ങളും പൂർത്തിയായി. ഒരു ഭാഗം കൂടി പൂർത്തിയാകുന്നതോടെ സ്കൂൾ ഉയർന്ന നിലവാരത്തിലേക്ക് മാറും. ഇപ്പോൾ ഓൺഗോയിങ് 2 വർക്കുകളും തെറ്റില്ലാത്ത നിലയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ഇതിൽ TM ജേക്കബ് ഗവൺമെൻറ് കോളേജ് മണിമലക്കുന്ന് അതിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾക്ക് ഇപ്പോൾ ആ ഫണ്ട് വളരെ ഫലപ്രദമായ നിലയിൽ നീങ്ങുകയാണ്. അത് തീർച്ചയായിട്ടും അത് പൂർത്തിയാകുമ്പോൾ അത് ഏറ്റവും മികച്ച അടിസ്ഥാന സൗകര്യങ്ങൾ അവിടെ കടന്നു വരാൻ പോവുകയാണ്. ചെറിയ മലകളും സമതലങ്ങളുമുള്ള പിറവത്തെ കാത്തിരിക്കുന്നത് ഒട്ടേറെ വികസന പ്രവർത്തനങ്ങളാണ്. നവകേരളം നവ മുന്നേറ്റത്തിലൂടെ പിറവവും വികസന കുതിപ്പിൽ തന്നെയാണ് മുന്നേറുന്നത്. ശ്രദ്ധേയമായ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്ന എറണാകുളം ജില്ലയിലെ ഒരു പ്രമുഖ നിയമസഭാ മണ്ഡലമാണ് അങ്കമാലി. MC റോഡും ദേശീയപാത 544 ഒത്തുചേരുന്ന അങ്കമാലിയിൽ നടക്കുന്നത് മാറ്റത്തിന് നാന്ദി കുറിക്കുന്ന ഒരുപറ്റം വികസന പദ്ധതികളാണ്. നവകേരളം നവ മുന്നേറ്റത്തിലൂടെ അങ്കമാലി മണ്ഡലത്തിലെ വിശേഷങ്ങളിലേക്ക്.
ആലുവ താലൂക്കിൽ ഉൾപ്പെടുന്ന അങ്കമാലി നഗരസഭയും അയ്യമ്പുഴ, കാലടി, കറുകുറ്റി, മലയാറ്റൂർ നീലേശ്വരം, മഞ്ഞപ്ര, മൂക്കന്നൂർ, പാറക്കടവ്, തുറവൂർ എന്നീ പഞ്ചായത്തുകളും അടങ്ങുന്നതാണ് അങ്കമാലി നിയമസഭാ മണ്ഡലം. ജലസേചന സൗകര്യം കൊണ്ട് സമ്പന്നമായ ഒരു കാർഷിക മേഖലയുള്ള അങ്കമാലിയിൽ മണ്ഡലത്തിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ വികസന പ്രവർത്തനങ്ങളാണ് നടന്നുവരുന്നത്. മണ്ഡലത്തിന് വരും വർഷങ്ങളിൽ നേട്ടമായേക്കാവുന്ന പദ്ധതികളാണ് റോജി എം. ജോൺ MLA നേതൃത്വത്തിൽ നടപ്പാക്കുന്നത്. വിദ്യാഭ്യാസ മേഖലയിലും റോജി എം. ജോൺ MLA ക്രിയാത്മക ഇടപെടലുകളാണ് നടത്തുന്നത്. മണ്ഡലത്തിലെ 2 സ്കൂളുകളുടെ കെട്ടിടങ്ങളുടെ നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞു. നായത്തോട് മഹാകവി ജി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ 5 കോടി രൂപയുടെ കെട്ടിടം സർക്കാർ ഫണ്ടും MLA ഫണ്ടും ചേർത്ത് പണി കഴിപ്പിക്കും. മണ്ഡലത്തിലെ മറ്റ് സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുവാനും കോടികൾ നീക്കിവച്ചിട്ടുണ്ട്. കിഫ്ബിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അങ്കമാലി നിയോജകമണ്ഡലത്തിൽ അനുവദിക്കപ്പെട്ട പ്രവൃത്തികളിൽ നിലവിൽ പൂർത്തീകരിച്ചിട്ടുള്ളത് പ്രധാനമായിട്ടും 2 സ്കൂളുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ്. അതിൽ പ്രധാനപ്പെട്ടത് അങ്കമാലി നഗരസഭാ പ്രദേശത്ത് നായത്തോട് മഹാകവി ജി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ 5 കോടി രൂപയുടെ ഒരു കെട്ടിടത്തിൻ്റെ നിർമ്മാണമാണ്. അത് നമ്മൾ വിഭാവനം ചെയ്തതനുസരിച്ച് കിഫ്ബിയുടെ ഫണ്ടും അതുപോലെ തന്നെ MLA ഫണ്ടിൽ നിന്ന് 75 ലക്ഷം രൂപയും കൂടെ ചേർത്ത് അതിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കാനും ഉദ്ഘാടനം ചെയ്യാനും വിദ്യാർത്ഥികൾക്കായിട്ട് അത് തുറന്നു കൊടുക്കാനും സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മഞ്ഞപ്ര ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ 1 കോടി രൂപയുടെ ഒരു നിർമ്മാണ പ്രവർത്തനം കിഫ്ബിയുടെ ധനസഹായത്തോടു കൂടി പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒപ്പം മറ്റ് 2 സ്കൂളുകൾക്ക് കൂടി, ഒന്ന് പുളിയനം ഗവൺമെൻറ് സ്കൂള്, അതുപോലെ തന്നെ മൂക്കന്നൂർ ഗവൺമെൻറ് സ്കൂള്, അതുപോലെ ഒപ്പം പാലശ്ശേരി ഗവൺമെൻറ് സ്കൂള്, ഈ 3 സ്കൂളുകൾക്കും കിഫ്ബിയുടെ 1 കോടി രൂപ വീതം അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ പുളിയനം സ്കൂളിൻ്റെ നിർമ്മാണ പ്രവർത്തനം അതിൻ്റെ അന്തിമഘട്ടത്തിലാണ്. അത് എത്രയും വേഗം പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്കമാലി ബൈപ്പാസ് എന്ന വർഷങ്ങളുടെ കാത്തിരിപ്പിന് വിരാമമിടാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. 275 കോടി രൂപയാണ് ഇതിനായി വകയിരുത്തിയിരിക്കുന്നത്. ഉടൻ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഇതുകൂടാതെ കിഫ്ബി വഴി നമുക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്ന പ്രധാനപ്പെട്ട 2 പദ്ധതികൾ, ഒന്ന് അങ്കമാലി ബൈപ്പാസാണ്. വർഷങ്ങളായിട്ടുള്ള അങ്കമാലിക്കാരുടെ ഒരു സ്വപ്നമാണ്. അതിന് 275 കോടി രൂപയാണ് കിഫ്ബി തത്വത്തിൽ അംഗീകാരം നൽകിയിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ ഭൂമി ഏറ്റെടുക്കൽ നടപടികളും കിഫ്ബിയുടെ നടപടിക്രമങ്ങളുമൊക്കെ വളരെ കാലതാമസം ഉണ്ടാകുന്ന ഒന്നായതുകൊണ്ട് നമുക്ക് അതിൻ്റെ നിർമ്മാണത്തിലേക്ക് അല്ലെങ്കിൽ ലാൻഡ് അക്വിസിഷൻ നടപടി പൂർത്തീകരിക്കുവാനായിട്ട് ഇതുവരെ സാധിച്ചിട്ടില്ല. കിഫ്ബിയുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ RBDCയുടെയും റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഒക്കെ ഭാഗത്തു നിന്നുള്ള ക്രിയാത്മകമായ ഇടപെടലുകൾ നമുക്ക് ആവശ്യമായിട്ടുണ്ട്. എങ്കിൽ മാത്രമേ അങ്കമാലി ബൈപ്പാസ് ഭൂമി ഏറ്റെടുക്കൽ പൂർത്തീകരിച്ച് അതിൻ്റെ നിർമ്മാണത്തിലേക്ക് കടക്കാനായിട്ട് സാധിക്കുകയുള്ളൂ.
കുടിവെള്ള പദ്ധതിക്ക് ഊന്നൽ നൽകിയുള്ള പദ്ധതികളാണ് മണ്ഡലത്തിന് മുതൽക്കൂട്ടാവുക. വിവിധ കുടിവെള്ള പദ്ധതികൾക്കായി 100 കോടിയിൽ പരം രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. ഇതിൽ പ്രധാനം അങ്കമാലി കുടിവെള്ള പദ്ധതിയുടെ വിപുലീകരണമാണ്. വാട്ടർ അതോറിറ്റി ഭൂമിയിൽ പുതിയ ടാങ്കും പെരിയാറിനോട് ചേർന്ന് ട്രീറ്റ്മെന്റ് പ്ലാന്റ് നിർമ്മിച്ച് ഇവിടെ നിന്നും പുതിയ പമ്പിംഗ് ലൈനിലൂടെ അങ്കമാലി നഗരത്തിലും സമീപ പഞ്ചായത്തുകളിലും കുടിവെള്ളം എത്തിക്കുന്നതാണ് പദ്ധതി. ഇതോടൊപ്പം മലയാറ്റൂർ, അയ്യമ്പുഴ പഞ്ചായത്തുകളിലെ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരം കാണാൻ 45 കോടിയുടെ പദ്ധതിയും നടപ്പാക്കും. ഇല്ലിത്തോട്ടിൽ ഇതിന്റെ ഭാഗമായുള്ള ട്രീറ്റ്മെന്റ് പ്ലാന്റിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചു വരുന്നു. അതുപോലെ തന്നെ വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് 115 കോടി രൂപയുടെ ഒരു മെഗാ പദ്ധതിക്കും നമുക്ക് തത്വത്തിൽ അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. ഒന്ന്, മലയാറ്റൂർ, അയ്യമ്പുഴ പഞ്ചായത്തുകളിലെ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരം കാണുന്നതിന് വേണ്ടി 45 കോടി രൂപയുടെ ഒരു പദ്ധതി. അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇതിനോടകം ആരംഭിച്ചിട്ടുണ്ട്. മലയാറ്റൂർ പഞ്ചായത്തിലെ ഇല്ലിത്തോടിൽ ഇതിൻ്റെ ഭാഗമായിട്ടുള്ള വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിൻ്റെ നിർമ്മാണം അത് പൂർത്തീകരിച്ച് വരികയാണ്. ഈ 115 കോടിയിൽ അതിൻ്റെ സെക്കൻഡ് പോർഷൻ അങ്കമാലി കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു വിപുലീകരണമാണ്. നിലവിൽ അങ്കമാലിയിൽ വാട്ടർ അതോറിറ്റിയുടെ ഭൂമിയിൽ അവിടെ പുതിയ ടാങ്കും അതുപോലെ തന്നെ പെരിയാറിനോട് ചേർന്ന് അവിടെ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ഉൾപ്പെടെ നിർമ്മിച്ച് ആ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിൽ നിന്നും പുതിയ പമ്പിംഗ് ലൈനിലൂടെ അങ്കമാലി വാട്ടർ ടാങ്കിൽ വെള്ളം എത്തിച്ച് അത് അങ്കമാലി മുനിസിപ്പൽ പ്രദേശത്ത് സമീപ പഞ്ചായത്തുകളിലുമൊക്കെ വെള്ളം എത്തിക്കാനായിട്ടുള്ളൊരു പദ്ധതിയാണ്. അപ്പോൾ അത് നമുക്ക് ഇതുവരെ ആരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ കിഫ്ബി പദ്ധതികൾക്ക് പലതിനും ഉണ്ടാകുന്ന സ്വാഭാവികമായിട്ടുള്ളൊരു കാലതാമസം ഈ പദ്ധതിക്കും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ എല്ലാവരുടെയും സഹകരണത്തോടു കൂടി ഇത് എത്രയും വേഗം പൂർത്തീകരിക്കാനും അത് ജനങ്ങൾക്ക് ഉപയോഗപ്രദമാക്കുവാനുമാണ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വികസന പ്രവർത്തനങ്ങളുടെ നീണ്ട നിര തന്നെയാണ് അങ്കമാലി മണ്ഡലത്തിൽ നടപ്പാക്കുന്നത്. തലമുറകൾക്ക് പ്രയോജനം ലഭിക്കുന്ന പദ്ധതികളിലൂടെ അങ്കമാലിയും നവകേരള സൃഷ്ടിയിൽ അണിചേരുകയാണ്.